ഇങ്ങോട്ട് വരണ്ട. അതേടി, എനിക്ക് വേണ്ടത് നേരാ നേരം വച്ചുണ്ടാക്കിയും അലക്കിയും ഇസ്ത്രിയിട്ടും എനിക്ക് വഴങ്ങിയും കഴിയുന്നൊരു പെണ്ണിനെ തന്നെയാ. അങ്ങനെ കഴിയെങ്കിൽ മാത്രം എന്റെ കൂടെ കഴിഞ്ഞാൽ മതി. ഹലോ അന്നേരം ഞാനാ പറയാണ്ട് പറ്റി പോയതല്ല അത്. അല്ല എൻ്റെ തെറ്റാ. നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല. എൻ്റെ കള്ളത്തരം മറയ്ക്കാൻ വേണ്ടിയിട്ടാ ഞാൻ നിന്നെ കുറ്റപ്പെടുത്തിയത്. നീ ഒന്നുണ്ടാവില്ല, സത്യം. ഇന്നിവിടെ ഇലക്ഷനാ. നീ വിളിക്കാൻ പറ്റുമോ കാണാൻ പറ്റുമോന്നൊന്നും അറിയില്ല. എന്ത് സംഭവിക്കാം? നിങ്ങൾ മരിച്ചാലും ജീവിച്ചാലും എനിക്കൊരു കോപ്പമില്ല. എനിക്ക് ഡിവോഴ്സ് വേണമെന്ന് പറഞ്ഞാൽ മസ്റ്റ് ആയിട്ട് വേണം. അതിൽ ഇനി ഒരു മാറ്റവും ഇല്ല. ഇനിയെങ്കിലും എനിക്ക് സമാധാനത്തോടൊന്ന് ജീവിക്കണം. ഹായ് എവരിവൺ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ടോപ്പിക്ക് നാർസിസിസത്തിലെ വെരി ക്രൂഷ്യലായിട്ടുള്ള ഒരു പാർട്ടാണ്. ലൈക്ക് ഒരു നാർസിസിസ്റ്റിൻ്റെ അബ്യൂസിൽ നിന്ന് നിങ്ങൾ മാറി വരുമ്പോൾ, നിങ്ങൾ നോ കോൺടാക്റ്റിലേക്ക് പോകുമ്പോൾ, പിന്നീട് ഈ നാർസിസിസ്റ്റ് കാണിക്കുന്ന ഒരു കുറച്ചധികം മാനിപ്പുലേറ്റീവ് ടെക്നിക്സിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ വീഡിയോയുടെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഒരു നോ കോൺടാക്റ്റിൽ നിന്നേക്ക് പോകാൻ, ഒരു നാർസിസ്റ്റിക് അബ്യൂസിൽ നിന്നും ഒരു നോ കോൺടാക്റ്റിലേക്ക് പോകാൻ താല്പര്യപ്പെടുന്ന ആളാണെങ്കിൽ, അല്ലെങ്കിൽ നോ കോൺടാക്റ്റിലാണെങ്കിൽ, ഇപ്പോഴും ആ നാർസിസിസ്റ്റിൻ്റെ ഭാഗത്തു നിന്ന് പലതരത്തിലുള്ള ശ്രമങ്ങൾ നിങ്ങളെ തിരിച്ച് ആ ഒരു സർക്കിളിലേക്ക് കൊണ്ടുവരാനും ആ ഒരു നാർസിസ്റ്റിക് ലൂപ്പിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ടാവാം, അല്ലെങ്കിൽ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ടാവാം. അപ്പോൾ അതിനെ എങ്ങനെ നേരിടണം എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള നോളജ് തരുന്ന ഒരു വീഡിയോ ആണിത്. അപ്പോൾ ഈ വീഡിയോയിലൂടെ കിട്ടുന്ന ആ നോളജ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ ഈ നാർസിസ്റ്റിക് ആയിട്ടുള്ള ആളിൻ്റെ ടാക്ടിക്സുകളെ വീണ്ടും നിങ്ങളെ പഴയ ആ ഒരു നാർസിസ്റ്റിക് അബ്യൂസീവായിട്ടുള്ള റിലേഷൻഷിപ്പിലേക്ക് കൊണ്ടിടാനുള്ള ആ ടാക്ടിക്സുകളെ നേരിടുക. പിന്നീട് ഞാൻ മറ്റൊരു കാര്യം കൂടി പറയട്ടെ. ഈ വീഡിയോസ് ഞാനിങ്ങനെ ചെയ്യുന്നത് പലപ്പോഴും ഒരുപാട് സമയം എടുക്കേണ്ടി വരും പല വീഡിയോസും ചെയ്യാനായിട്ട്. കൃത്യമായിട്ടുള്ള റിസർച്ചിൽ നടത്തിയിട്ട് കൃത്യമായിട്ടുള്ള ഫാക്ട്സ് പിക്ക് ചെയ്ത് അതൊരു സ്ക്രിപ്റ്റ് രൂപത്തിലാക്കി നിങ്ങളിലേക്ക് അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത്തരം കാര്യങ്ങൾ ഒരുപാട് ഇൻഫോർമേറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ നോളജുള്ള കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് കഴിവതും നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്ത് നിങ്ങൾക്ക് ഗ്രൂപ്പുകളിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന ഫ്രണ്ട്സിനോ ഇൻഡിവിജ്വൽസിനോ ഷെയർ ചെയ്ത് ഇത് മാക്സിമം ആൾക്കാരിലേക്ക് എത്തിക്കുക. മാക്സിമം ഗ്രൂപ്പുകളിലും ഫാമിലി ഗ്രൂപ്പുകളിലും എല്ലാ ഗ്രൂപ്പുകളിലും ഷെയർ ചെയ്ത് കൊടുക്കുക. ഇത് എത്തേണ്ടവർക്ക് എത്തും എന്നുള്ള ഒരു ഉറപ്പിൻ്റെ മേളിൽ തന്നെ ചെയ്യുക. അല്ലാതെ ഇത് അവരൊന്നും കേൾക്കാൻ പോകുന്നില്ല എന്ന് വിചാരിക്കരുത്. എല്ലാവർക്കും ഇത് മനസ്സിലാവും. എല്ലാവർക്കും മനസ്സിലാവുന്നൊരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതിനുദാഹരണം നമ്മൾ കഴിഞ്ഞ ചെയ്ത വീഡിയോയുടെ കമൻറ്റ് സെക്ഷൻ മൊത്തം നിങ്ങൾ വായിച്ച് നോക്കിയാൽ മതിയാവും. അതുമാത്രമല്ല, മറ്റൊരു കാര്യമുള്ളത്, ഞാൻ വീഡിയോ ചെയ്യുന്ന സമയത്ത് പറയുന്ന കാര്യങ്ങളുടെ കൂടെ ഗ്രാഫിക്സ് കാണിക്കാറുണ്ട്. അതിന് വേണ്ട ഇൻഫർമേഷൻസ് അടങ്ങിയ ഗ്രാഫിക്സ്. അത് നിങ്ങൾ വീഡിയോ പോസ് ചെയ്ത് നോക്കിയിട്ട് അതിൽ നിന്ന് ഓരോന്നും നിങ്ങൾക്ക് എഴുതിയെടുക്കാവുന്നതാണ്. ഒരു ജേർണൽ പോലെ ഇത് എഴുതി വെച്ചിട്ട് ഈ നോളജുകൾ പഠിച്ചെടുത്ത് അത് ഉപയോഗിക്കാനായിട്ട് മാക്സിമം ശ്രമിക്കുക. ഇതിൽ നിന്ന് കിട്ടുന്ന ആ നോളജ് കഴിവതും നിങ്ങളുടെ ജീവിതത്തിലേക്ക് പ്രാക്ടിക്കലി അപ്ലൈ ചെയ്ത് അത് ഉപയോഗപ്പെടുത്താനായിട്ട് നിങ്ങൾ മാക്സിമം ശ്രമിക്കുക. അപ്പോൾ അധികം വൈകാതെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. നിങ്ങളുടെ ഹീലിംഗ് പ്രോസസ്സിലേക്കുള്ള, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു മുറിവിൽ നിന്നും, നാർസിസിസത്തിൽ നിന്നുണ്ടായ ആ മുറിവിൽ നിന്നുമുള്ള മുറിവ് ഉണക്കൽ പ്രക്രിയയിലെ ഏറ്റവും വലിയ സ്റ്റെപ്പാണ്, അല്ലെങ്കിൽ ഏറ്റവും വലിയ ഒരു പടിയാണ് ഈ ഒരു നോ കോൺടാക്റ്റിലേക്ക് പോവുക എന്ന് പറയുന്നത്. അപ്പോൾ നോ കോൺടാക്റ്റിലേക്ക് നിങ്ങൾ പോകുമ്പോൾ അതിനൊപ്പം തന്നെ ഈ വലിയൊരു സ്റ്റെപ്പ് നിങ്ങൾ എടുത്ത് വെക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള റിയാക്ഷൻ അപ്പുറത്തെ സൈഡിൽ നാർസിസിസ്റ്റിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകും. അതൊരു മാനിപ്പുലേറ്റീവ് റിയാക്ഷനാണ്, ഒരു നെഗറ്റീവ് മാനിപ്പുലേറ്റീവ് റിയാക്ഷൻ. അതായത് നിങ്ങൾ പെട്ടെന്ന് ആ റിലേഷൻഷിപ്പിൽ നിന്ന് നോ കോൺടാക്റ്റിലേക്ക് പോയി കഴിയുമ്പോൾ അവർക്ക് നിങ്ങളിലുള്ള കൺട്രോൾ നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ ഇത്രയും കാലം അവർ കൺട്രോൾ ചെയ്ത് പപ്പറ്റിനെ പോലെ കൊണ്ടുവന്ന ഒരാൾ ആ ഒരു പപ്പറ്ററിയിൽ നിന്നും ആ ഒരു വിലങ്ങുകൾ ഭേദിച്ച് അവരിൽ നിന്നും പോയി കഴിയുമ്പോഴത്തേക്കും അവർക്കുണ്ടാകുന്ന ഒരു മാനിപ്പുലേറ്റീവ് ആയിട്ടുള്ള ഒരു റെസ്പോൺസ് ഉണ്ട്. ആ റെസ്പോൺസിൻ്റെ ഭാഗമായിട്ട് അവർ കുറേ ടാക്ടിക്സ് നിങ്ങളെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി ഉപയോഗിക്കും. അത് ഓരോന്നോരോന്നായിട്ട് എന്തൊക്കെയാണെന്നും അതെങ്ങനെയാണ് നേരിടേണ്ടതെന്നും നമുക്ക് പരിശോധിക്കാം. നമ്പർ 1, ദ ഹൂവറിങ് അറ്റംപ്റ്റ്. നിങ്ങളുടെ നാർസിസ്റ്റിക് ആയിട്ടുള്ള ഒരു എക്സ്, അല്ലെങ്കിൽ നാർസിസ്റ്റിക് ആയിട്ടുള്ള ആ ഒരു പാർട്ണർ, നിങ്ങൾ ആ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് മാറി നിങ്ങൾ സ്വന്തമായിട്ട് നിങ്ങളുടെ കാര്യം നോക്കി ഇപ്പോൾ പോവുക, നിങ്ങൾ നോ കോൺടാക്റ്റിലിരിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് നിങ്ങൾക്കൊരു മെസ്സേജ് വരികയാണ്, ഐ എം തിങ്കിങ് അബൌട്ട് യു. ഞാൻ നിങ്ങളെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞാൻ നിന്നെക്കുറിച്ചാണ് ഇപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്, നീ ഓക്കെ ആണോ, നീ ഇപ്പോൾ നല്ല രീതിയിലാണോ ഇരിക്കുന്നത്. ഈ മെസ്സേജ് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും, അയ്യോ എന്ത് നിഷ്കളങ്കമായിട്ടുള്ള മെസ്സേജ്, എന്ത് നിസ്വാർത്ഥമായിട്ടുള്ള മെസ്സേജ്,
അപ്പോൾ ഇതിന് ഞാൻ റിപ്ലൈ ചെയ്യുന്നതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല, ഉപദ്രവിക്കാനൊന്നുമല്ലല്ലോ, ഇത് കാരണം ഉപദ്രവമൊന്നും ഉണ്ടാവില്ലല്ലോ എന്ന് വിചാരിച്ച് നിങ്ങൾ അതിന് റിപ്ലൈ ചെയ്യും. ഇത് അവരുടെ ഒരു മാനിപ്പുലേറ്റീവ് ടാക്ടിക്കാണ്. ഇത് അവരുടെ ഒരു എന്താ പറയുന്നത്, നിങ്ങളിലേക്ക് ഉള്ള ഒരു പിടിവള്ളിയാണ്. ഈ പിടിവള്ളിയിൽ പിടിച്ച് കയറാൻ വളരെയധികം വൈദഗ്ധ്യമുള്ളവരാണ് നാർസിസിസ്റ്റുകളെന്ന് മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങൾ അവർക്ക് നോ കോൺടാക്റ്റിൽ ഇരുന്ന് ഒരു പിടിവള്ളി കൊടുക്കുമ്പോൾ അതിൽ നിന്നും ഈ ഒരു പിടിവള്ളി ഉപയോഗിച്ചുകൊണ്ട് അവർ പിന്നെ ഇത് ഓഫൺ ചെറിയ ഇൻ്റർവെൽസിൽ നിങ്ങളിങ്ങനെ വിളിക്കാൻ തുടങ്ങും. എങ്ങനെയുണ്ട്, നിൻ്റെ ബിസിനസ്സിൻ്റെ കാര്യങ്ങൾ എങ്ങനെയുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ജോലിയുടെ കാര്യങ്ങൾ എങ്ങനെയുണ്ട്, അങ്ങനെയൊക്കെ പറഞ്ഞ് ഇത് പതുക്കെ വീണ്ടും നിങ്ങളെ ആ ലൂപ്പിലേക്ക്, ആ ഒരു സർക്കിളിലേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമമാണ്. അപ്പോൾ ഇത് വ്യക്തമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുക. ഇതിന് എങ്ങനെയാണ് സൊല്യൂഷൻ കണ്ടെത്തേണ്ടതെന്ന് ഞാൻ പറയാം. ഇത് അവരുടെ ഒരു കാൽക്കുലേറ്റഡ് അറ്റംപ്റ്റാണ്. ഇത് ശരിക്കും നിങ്ങൾ വിചാരിക്കുന്ന പോലെ അവർ സ്നേഹം കൊണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ അവരുടെ ഉള്ളിൽ നിന്ന് വരുന്നൊരു കാര്യമല്ല. അവരുടെ പർപ്പസ്ഫുൾ കാൽക്കുലേറ്റഡ് അറ്റംപ്റ്റാണ് ഇതെന്ന് മനസ്സിലാക്കുക. മനഃപൂർവ്വം കരുതിക്കൂട്ടി അവർ ചെയ്യുന്നതാണ് നിങ്ങളെ തിരിച്ച് കൊണ്ടുവന്ന് അബ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അബ്യൂസീവ് റിലേഷൻഷിപ്പിലേക്ക് നിങ്ങളെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ സൊല്യൂഷനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഡോണ്ട് ആ ഒരു അർജ് ഉണ്ടല്ലോ, നമുക്ക് റിപ്ലൈ ചെയ്യാനുള്ള അർജ്, അവർക്ക് മറുപടി കൊടുക്കാനുള്ള അർജ്, ആ ഒരു അർജിനെ കൺട്രോൾ ചെയ്യുക. ഇപ്പോൾ ഇയാൾ ശ്രമിക്കുന്നത് ഈ ഒരു ഹൂവറിങ് അറ്റംപ്റ്റാണ് അയാൾ ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ ഞാൻ അയാൾക്ക് റിയാക്റ്റ് ചെയ്യേണ്ട കാര്യമില്ല എന്ന് മനസ്സിലാക്കുക. നിങ്ങളുടെ ഒരു നോ കോൺടാക്റ്റ് പ്ലാനിൽ കംപ്ലീറ്റായിട്ട് സ്റ്റിക്ക് ചെയ്യുക. ഇങ്ങനെയുള്ള മെസ്സേജസ് റിജക്റ്റ് ചെയ്യുക, ഡിലീറ്റ് ചെയ്യുക. നിങ്ങളൊരു നെഗറ്റീവായിട്ടുള്ള റിപ്ലൈ ആണ് കൊടുത്തെന്ന് വയ്ക്കുക. നിങ്ങൾ അയാളോട് പറയും, പിന്നെ ഇപ്പം അറിഞ്ഞിട്ട് എന്തിനാ ഞാൻ ഇത്രയും നാൾ അനുഭവിച്ചത്, നിങ്ങൾ കാരണമല്ല ഞാൻ ഇത്രയും നാൾ അനുഭവിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ എന്തെങ്കിലും നെഗറ്റീവായിട്ട് റിപ്ലൈ കൊടുത്തെന്ന് വെച്ചോ, അപ്പോഴും അവർക്കത് ഗുണം ചെയ്യുകയാണ്. കാരണം അയാൾ വിചാരിച്ച ആ ഒരു അറ്റൻഷൻ അയാൾക്ക് കിട്ടി. നിങ്ങൾ അവരുടെ നോ കോൺടാക്റ്റിലായിരിക്കുമ്പോഴും അയാൾക്ക് കിട്ടേണ്ട അറ്റൻഷൻ അവിടെ നിന്ന് കിട്ടിക്കഴിഞ്ഞു, നിങ്ങളുടെ നിന്ന് ലഭിക്കേണ്ട ഇമോഷണൽ റെസ്പോൺസ് കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ അയാൾ അവിടെ ജയിക്കുകയാണ് ചെയ്തത്, നിങ്ങളെ ഇമോഷണലി ആക്റ്റീവ് ആക്കാൻ വേണ്ടി. നിങ്ങളുടെ റിയാക്ഷൻ നെഗറ്റീവോ പോസിറ്റീവോ ആയിക്കോട്ടെ, അയാൾ ഉദ്ദേശിച്ച കാര്യം നടന്നു. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും ഇങ്ങനെയുള്ള മെസ്സേജുകൾക്ക് റിപ്ലൈ കൊടുക്കുകയോ അതിന് റിയാക്ട് ചെയ്യുകയോ ചെയ്യരുത്. നിങ്ങൾ നോ കോൺടാക്റ്റ് എന്നുള്ള പ്ലാനിൽ ഫോക്കസ് ചെയ്യുക, ഇത്തരം മെസ്സേജുകൾ ഡിലീറ്റ് ചെയ്യുക. നമ്പർ 2, പ്ലേയിങ് ദ വിക്ടിം. നിങ്ങളൊരു നോ കോൺടാക്റ്റിൽ ഇരിക്കുന്ന സമയത്ത് നിങ്ങളുടെ ഒരു മ്യൂച്വൽ ഫ്രണ്ടായിട്ടുള്ള ആളെന്ന് വയ്ക്കുക. നിങ്ങളെ റിലേഷൻഷിപ്പിലുള്ള ആളും നിങ്ങളും തമ്മിലുള്ളൊരു മ്യൂച്വൽ ഫ്രണ്ട് നിങ്ങളെ വിളിക്കുകയാണ്. നിങ്ങളെ വിളിച്ചിട്ട് അവർ പറയുകയാണ്, അവൻ വല്ലാത്തൊരു അവസ്ഥയിലാണ്, അവൻ്റെ അവസ്ഥ ഇപ്പോൾ വളരെ പരിതാപകരമാണ്, അവൻ എന്നെ വിളിച്ചിരുന്നു കഴിഞ്ഞ ദിവസം, അവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ഒരുപാട് തെറ്റുകൾ പറ്റിയിട്ടുണ്ട്, ഇനി അതൊന്നും ഞാൻ ആവർത്തിക്കില്ല എന്നവൻ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് കരഞ്ഞുകൊണ്ടാണ് സംസാരിച്ചത്, വളരെ കരഞ്ഞുകൊണ്ടാണ് സംസാരിച്ചത്. ഇനിയും മോളെ ഒരു തവണ ശ്രമിച്ച് നോക്കിക്കൂടെ, അത് നിങ്ങളൊന്ന് സംസാരിച്ചൊരു എന്തെങ്കിലും കൗൺസിലിംഗ് ഒക്കെ പോയി, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലൊന്ന് സംസാരിച്ച്, ഞാൻ വേണമെങ്കിൽ സംസാരിക്കാം നിങ്ങൾക്ക് വേണ്ടി, നിങ്ങൾ ഒരുമിച്ച് വരണം, കാണാനാണ് എനിക്കും ആഗ്രഹം, അവൻ്റെ ആ ഒരു വിഷമം കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ വന്ന് പറയും. അത് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും, അയ്യോ ഞാനാണോ അയാളെ അബാൻഡൻ ചെയ്തത്, അപ്പം ഞാൻ കാരണമാണ് അയാൾ സഫർ ചെയ്യുന്നത് എന്നൊരു രീതിയിൽ അവർ വിക്ടിം കാർഡ് പ്ലേ ചെയ്യും. നിങ്ങളാണ് വിക്ടിം, പക്ഷേ അവർ ഈ കോമൺ ഫ്രണ്ടിനെ ഉപയോഗിച്ച് അവരാണ് വിക്ടിം എന്ന് വരുത്തി തീർക്കും. അപ്പോൾ ഈ ഒരു സാഹചര്യം നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കുക. ദേ ആർ പ്ലേയിങ് ദിസ് ഗെയിം. ആ ഒരു കോമൺ ഫ്രണ്ടിനെ ഉപയോഗിച്ച് അവർ ഈ ഒരു സിമിലർ അറ്റൻഷൻ സീക്കിങ് അല്ലെങ്കിൽ മാനിപ്പുലേറ്റീവ് ഗെയിമാണ് അവർ വീണ്ടും എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ അതിൽ വീണ്ടും കോൺഷ്യസ് ആയിട്ട് ഈ ഒരു കാര്യത്തിൽ വീഴാതിരിക്കുക. നിങ്ങളുടെ സപ്പോർട്ട് സിസ്റ്റം, അതിൽ കോമൺ ഫ്രണ്ട്സ് ആയിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ, ഈ നാർസിസിസ്റ്റുമായിട്ടുള്ള, അവരെ മാനിപ്പുലേറ്റ് ചെയ്ത് നിങ്ങളുടെ അല്ല വിക്ടിം, അയാളാണ് വിക്ടിം എന്ന് വരുത്തി തീർക്കാൻ വളരെയധികം കഴിവുള്ള ആൾക്കാരാണ് നാർസിസിസ്റ്റുകൾ. ആ ഒരു കഴിവിൽ അവരെ അണ്ടർസ്റ്റിമേറ്റ് ചെയ്യരുത്. അവരതിൽ മാസ്റ്റേഴ്സാണ്. നിങ്ങളുടെ സപ്പോർട്ട് സിസ്റ്റത്തിന് നിങ്ങൾക്ക് നേരെ തന്നെ തിരിച്ച് നിങ്ങളെ വീണ്ടും ഐസൊലേറ്റ് ചെയ്യാനുള്ള കഴിവ് പിന്നെയും ഉണ്ട്. അവർ നോ കോൺടാക്റ്റിൽ പോയി കഴിഞ്ഞാൽ അവർക്കുണ്ട്. സോ അവർക്ക് നെറേറ്റീവ്സ് ട്വിസ്റ്റ് ചെയ്യാനുള്ള പ്രത്യേക കഴിവുള്ളവരാണ്, അതിൽ എക്സൽ ചെയ്യുന്നവരാണെന്ന് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ഈ വരുന്ന ആളിനെ, നിങ്ങളോട് പറയുന്ന കോമൺ ഫ്രണ്ടിനോട് ഇപ്പോൾ നിങ്ങൾ പൊളൈറ്റായിട്ട് അവരോട് പറയുക, ഞാൻ ഒരുപാട് കാര്യങ്ങൾ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്, നിങ്ങളോട് ഞാൻ പലരോടും പറഞ്ഞിട്ടില്ല എന്നുള്ളൂ. ഈ റിലേഷൻഷിപ്പിൽ ഇരുന്ന സമയത്ത് വളരെ വ്യക്തിപരമായിട്ട് എന്നെ ഒരുപാടധികം ഉപദ്രവിച്ചിട്ടുണ്ട്. അതിൻ്റെ എല്ലാം തെളിവുകൾ എൻ്റെ കയ്യിലുണ്ട്. എൻ്റെ ശരീരത്തിൽ അതിൻ്റെ മുറിവിൻ്റെ പാടുകളുണ്ട്, അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ എന്നെ അബ്യൂസ് ചെയ്യുന്ന വോയിസ് മെസ്സേജസ് ഉണ്ട്, എന്നെ അബ്യൂസ് ചെയ്യുന്ന ടെക്സ്റ്റ് മെസ്സേജസ് ഉണ്ട്, എൻ്റെ കയ്യിൽ തെളിവുകളുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഒറ്റയ്ക്ക് ജീവിക്കാനുള്ളൊരു തീരുമാനം എടുത്തിരിക്കുകയാണ്. ഞാൻ നോ കോൺടാക്റ്റിലാണ്, അതുകൊണ്ട് കൂടുതലൊന്നും എന്നോട് സംസാരിക്കാതിരിക്കുക, അല്ലെങ്കിൽ എനിക്ക് കൂടുതൽ സംസാരിക്കാൻ താല്പര്യമില്ല എന്ന് പറയും. നമ്പർ 3, ദി ഔട്ട്ബേസ്റ്റ്.
ഈ ഔട്ട് ബേസ്റ്റ് എന്ന് പറയുന്ന കാര്യം ഇപ്പോൾ ഞാൻ പറയുമ്പോൾ തന്നെ ഒരുപാട് പേർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റിയിരിക്കും. നമ്മൾ നോ കോൺടാക്റ്റ് എന്ന് പറഞ്ഞ ഡിസിഷൻ ആദ്യമേ എടുക്കുമ്പോൾ മിക്കവാറും നിങ്ങൾ അവർക്കൊരു നെഗറ്റീവ് റിയാക്ഷൻ കൊടുത്തിട്ടായിരിക്കും ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നത്. ലൈക്ക് അവർക്കൊരു നെഗറ്റീവ് റിയാക്ഷൻ അല്ലെങ്കിൽ നിങ്ങൾ അവരുടെ മുഖത്ത് നോക്കി അവരെ നാർസിസിസ്റ്റ് എന്ന് വിളിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങൾ നാർസിസിസ്റ്റാണ്, നിങ്ങൾ ക്രൂവലാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് നിങ്ങൾ ഇറങ്ങി വരുന്നതെങ്കിൽ ദിസ് പേഴ്സൺ വാസ് ഓൾറെഡി കാൽക്കുലേറ്റിംഗ് ഹൗ ടു മാനിപ്പുലേറ്റ് യു ടു കം ബാക്ക് ടു ദ റിലേഷൻഷിപ്പ്. അപ്പോൾ അവർ ഓൾറെഡി നിങ്ങൾക്കുള്ള പ്ലാൻസ്, ലൈക്ക് നിങ്ങളെ ഇങ്ങോട്ട് കൊണ്ടുവരാനുള്ള പ്ലാൻസ് കരുതി അവരുടെ മനസ്സിൽ വന്നു തുടങ്ങും, ഓട്ടോമാറ്റിക്കലി വന്നു തുടങ്ങും. അവർ നാർസിസിസ്റ്റ് ആണല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും അടുത്ത സ്റ്റെപ്പ് അവരെന്താ ചെയ്യുന്നു പറഞ്ഞാൽ ഭയങ്കര ഔട്ട് ബേസ്റ്റ്, ഭയങ്കര ആങ്കറിൽ നിങ്ങളെ വിളിച്ചിട്ട് ഭയങ്കര ദേഷ്യപ്പെടുക, നീ എന്താണ് കാണിക്കുന്നത്, അതാണ് ഇതാണ് മറ്റതാണ് മറിച്ചാണ്. പിന്നെ ടെക്സ്റ്റ് മെസ്സേജസ് അയക്കുക, നിങ്ങൾക്ക് പല മെസ്സേജസ് വരിക. ഇങ്ങനെ ഒരു സുപ്രഭാതി ഇറങ്ങിപ്പോകാൻ വേണ്ടിയിട്ടുള്ളതാണ് റിലേഷൻഷിപ്പ്. അങ്ങനെയൊന്നും അല്ല, ഇത്രയും വർഷം നമ്മൾ ഇതായിട്ട് കൊണ്ടുവന്നതല്ലേ, ഇത്രയും വർഷം നമ്മൾ തമ്മിൽ സ്നേഹിച്ചതല്ലേ, അതല്ലേ ഇതല്ലേ. ഇങ്ങനെ നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുന്ന എല്ലാ രീതിയിലും വളരെ ഔട്ട് ബേസ്റ്റോടുകൂടി നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്ത് റിലേഷൻഷിപ്പിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമം അവരുടെ ഭാഗത്തുനിന്നുണ്ടാകും. ഇതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്തിൻ്റെ അടുത്തേക്ക് വരിക, കയറി വരിക, അവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കുക, അവിടെ വെച്ചിട്ട് എന്താ പറയുക നിങ്ങളെ ഭീഷണിപ്പെടുത്തുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് നിങ്ങൾക്ക് ചിലപ്പോൾ ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യം, ഇഷ്ടമുള്ള ഒരു എന്തെങ്കിലും നിങ്ങൾ സമ്മാനം കൊടുത്ത ഒരു കാര്യമായിരിക്കും, അത് ഞാൻ എറിഞ്ഞുടയ്ക്കും അല്ലെങ്കിൽ അത് ഞാൻ ഇല്ലാതാക്കും എന്നൊക്കെ പറയുക, ഞാൻ അതിൽ ഇത് കുത്തി ഞാനിപ്പോൾ മരിച്ചു കളയും എന്നൊക്കെ പറയുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ ചെയ്യും. ഈ ഒരു സാഹചര്യങ്ങളിലൊക്കെ വളരെയധികം കരുതിയിരിക്കുക, വളരെയധികം സംയമനം പാലിക്കേണ്ട ഒരു സാഹചര്യമാണ്. ഈ ദേഷ്യപ്പെടുക, ഫ്രസ്ട്രേഷൻ കാണിക്കുക, പിന്നെ ഭയങ്കരമായിട്ട് ഭീഷണിപ്പെടുത്തുക എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഈ കൺട്രോൾ നഷ്ടപ്പെടുമ്പോൾ, നിങ്ങളുള്ള കൺട്രോൾ നഷ്ടപ്പെടുമ്പോൾ അവർ കാണിക്കുന്ന ടാൻഡ്രമാണ്, അവർക്ക് വരുന്ന ഒരു വിരളിയാണ്. നിങ്ങളിൽ പേടി ഉണ്ടാക്കുക, നിങ്ങളിൽ ഭയങ്കരമായിട്ടുള്ള പേടി ഉണ്ടാക്കി നിങ്ങൾ അവരുടെ അടുത്തേക്ക് ചെല്ലുക എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് ഈ കാര്യങ്ങൾ അവർ ചെയ്യുന്നത്. ഇതിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഗട്ട് ഫീലിംഗ് ഉണ്ടാവില്ല സമയത്ത്, നിങ്ങൾക്ക് അൺസേഫ് ആയിട്ടുള്ള ഒരു ഫീലിംഗ് ആണ് ഉണ്ടാകുന്നതെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ അതോറിറ്റേറ്റീവ് ഫിഗേഴ്സിനെ, പോലീസുകാരെയൊക്കെ കോൺടാക്ട് ചെയ്ത് കാര്യം അറിയിക്കുക. ഇത്തരത്തിലുള്ള ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട് എന്ന് അറിയിക്കുക. നിങ്ങൾക്ക് ആ അൺസേഫ് ഫീലിംഗ് ഉണ്ടാകുന്നുണ്ട് എന്നുള്ള ഒരു കാര്യം നിങ്ങൾ അഡ്രസ്സ് ചെയ്യുക. ലൈക്ക് അത് വളരെ അധികം ലൈക്ക് ആ ഒരു സമയം നമുക്ക് വളരെയധികം ഒരു പാനിക് ഉണ്ടാകുന്ന സമയമാണ്. അപ്പോൾ നമ്മൾ അവരുടെ അടുത്ത് അവരുടെ ഔട്ട് ബേഴ്സിനെ തിരിച്ച് എൻഗേജ് ചെയ്യാൻ പോകരുത്. ഔട്ട് ബേഴ്സിൻ്റെ സമയത്ത് റിയാക്ട് ചെയ്യാൻ പോകരുത്. നിങ്ങൾ റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ പിടിച്ച് അവർ വീണ്ടും കയറും. അത് അവിടെ നിന്ന് അവർ വീണ്ടും വലിയൊരു കൺട്രോൾ എടുക്കും, അവർ വേറെ പ്രശ്നങ്ങളൊക്കെ അവിടെ ഉണ്ടാക്കും. അപ്പോൾ അതുകൊണ്ട് അൺസേഫ് ആയിട്ടുള്ള ഒരു സിനാരിയോ ആണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അത് പോലീസിനെ അറിയിക്കുക. എത്രയും പെട്ടെന്ന് തന്നെ നമ്പർ ബ്ലോക്ക് ചെയ്യുക. ഈ വ്യക്തിയുടെ, ഈ ഒരു നാർസിസിസ്റ്റിൻ്റെ നമ്പർ ബ്ലോക്ക് ചെയ്യുക. നിങ്ങളുടെ കോൺടാക്റ്റിൽ നിന്നും നിങ്ങളുടെ ഒരു നമ്പർ, നിങ്ങളുടെ പേഴ്സണൽ നമ്പറും ചേഞ്ച് ചെയ്യേണ്ടതുണ്ടെങ്കിൽ ചേഞ്ച് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. നമ്പർ 4, ദ സ്മിയർ ക്യാമ്പയിൻ. ഈ സ്മിയർ ക്യാമ്പയിൻ ഇതുപോലെ തന്നെ നോ കോൺടാക്റ്റിൽ പോയിട്ടുള്ള ഒരുപാട് പേർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമായിരിക്കും. സ്മിയർ ക്യാമ്പയിൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ നോ കോൺടാക്റ്റിൽ പോയി കഴിയുമ്പോൾ നിങ്ങളെ തന്നെ ഫാമിലി മെമ്പേഴ്സിനെയും സുഹൃത്തുക്കളെയും, നിങ്ങൾക്ക് കോമൺ ആയിട്ട് നിങ്ങൾ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന സമയത്ത് അറിയുന്ന കോമൺ ഫ്രണ്ട്സും നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സും നിങ്ങളുടെ സപ്പോർട്ട് സിസ്റ്റം എല്ലാവരും ഉണ്ടല്ലോ, ഇതിലുള്ള ആൾക്കാരെ തന്നെ ഇയാൾ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കും. അതായത് നിങ്ങൾക്കായിരുന്നു പ്രശ്നം, നിങ്ങൾക്ക് എന്തോ വേറെ ബന്ധമുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ എന്തോ ഇതൊക്കെയുണ്ട്, വേറെ പരിപാടികൾ എന്തൊക്കെയുണ്ട്, നിങ്ങളുടെ സ്വഭാവം ശരിയല്ല, നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇയാളോട് പെരുമാറിയതൊന്നും ശരിയല്ല എന്നൊക്കെ പറഞ്ഞ് എല്ലാവരെയും കബളിപ്പിച്ച് മാനിപ്പുലേറ്റ് ചെയ്ത് നിങ്ങൾക്കെതിരെ തിരിക്കാനുള്ള ഒരു ശ്രമം, ഒരു മാനിപ്പുലേറ്റീവ് ട്രിക്ക് അവരെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഭ്രാന്താണ് അല്ലെങ്കിൽ നിങ്ങൾക്കെന്തോ കുഴപ്പമുണ്ട് എന്ന് കാണിച്ചുകൊണ്ട് നിങ്ങളെ എല്ലാവരിൽ നിന്നും ഐസൊലേറ്റ് ചെയ്ത് നിങ്ങളുടെ പവർ എടുക്കുക എന്നുള്ള കാര്യമാണ് ഈ ഒരു പ്രക്രിയയിലൂടെ അവർ ചെയ്യുന്നത്. ഞാൻ മൾട്ടിപ്പിളായിട്ട് എൻ്റെ സുഹൃത്തുക്കൾ വഴി അവരുടെ ഫ്രണ്ട്സിൻ്റെയൊക്കെ ഇതുപോലുള്ള സിമിലർ കേസസ് ഞാൻ കേട്ടിട്ടുണ്ട്. ഈ സ്മിയർ ക്യാമ്പയിൻസ് പലപ്പോഴും വരുമ്പോൾ നോ കോൺടാക്റ്റിൽ പോയിട്ടുള്ള ഒരു പെൺകുട്ടിയാണെങ്കിൽ ആ പെൺകുട്ടി എത്രയും പെട്ടെന്ന് ഈ ആളുടെ അടുത്ത് എത്താനായിട്ട് ശ്രമിക്കുക. കാരണം പെട്ടെന്ന് ഐസൊലേറ്റഡ് ആയി പോകുന്നത് അവരിൽ ഭയങ്കര ഭയം ഉണ്ടാക്കും. അപ്പോൾ അത് നന്നായിട്ട് അറിയുന്ന ആളാണ് ആ നാർസിസിസ്റ്റ്, അയാളത് ഉപയോഗിക്കുകയും ചെയ്യും. ഞാൻ ഒരുപാട് പെൺകുട്ടികളുടെ കേസസ് ഞാൻ എൻ്റെ സുഹൃത്തുക്കൾ വഴി ഞാൻ കേട്ടിട്ടുണ്ട്. അതിനൊപ്പം തന്നെ എൻ്റെ റീസെൻ്റായിട്ട് പാസ്റ്റായിട്ടൊരു ഇഷ്യൂ ഉണ്ടായത് ഇതേപോലെ തന്നെ ഈ നാർസിസിസ്റ്റ് ആയിട്ടുള്ള ആൾ ഈ പെൺകുട്ടിയുടെ വീട്ടുകാരുടെ മുമ്പിൽ ചെന്ന് ഭയങ്കരമായിട്ടുള്ള പ്രകടനങ്ങളൊക്കെ നടത്തി, കത്തിയൊക്കെ കൊണ്ടുവന്നിട്ട്. അപ്പോൾ എന്നിട്ട് ഈ വ്യക്തി തന്നെ 2-3 ദിവസം കഴിഞ്ഞപ്പോൾ, അല്ലെങ്കിൽ 2-3 ആഴ്ച കഴിഞ്ഞപ്പോൾ ഇവരുടെ ഈ പെൺകുട്ടിയുടെ അച്ഛനമ്മയും കണ്ടപ്പോൾ വളരെ സ്നേഹത്തോട് പോയി അടുത്ത് നിന്ന് സംസാരിച്ചു എന്നാണ് ഞാൻ കേട്ടത്. അപ്പോൾ
വാട്ട് ദേ ഡൂ ഈസ് ദേ ഓൾറെഡി ലൈക്ക് അവർ ഈ ഒരു സംഭവം നിങ്ങൾ നോ കോൺടാക്റ്റിൽ പോയി കഴിയുമ്പോൾ തന്നെ അവരുടെ അടുത്ത ടാർഗറ്റിലേക്ക് എത്തിയിട്ടുണ്ടായിരിക്കും. മനസ്സിലായില്ലേ? അവരപ്പോഴേ അവരുടെ അടുത്ത ടാർഗറ്റിനെ നോക്കി വെച്ചിട്ടുണ്ടായിരിക്കും. എന്നിട്ട് അതിൻ്റെ ഒരു പ്ലാൻ ബി എന്നുള്ള രീതിയിലാണ്, ലൈക്ക് അതൊരു പ്ലാൻ ബി പ്ലാൻ എ സംഭവമാണ് അവരുടെ ഇടയിൽ നടക്കുന്നത്. എന്നിട്ടാണ് നിങ്ങളെയും കൂടെ അതിലോട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. ഓക്കെ, ഏതെങ്കിലും ഒന്നുണ്ടെങ്കിലേ ഇവർക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. ആരെങ്കിലും ഊറ്റിയല്ലേ ഇവർക്ക് ജീവിക്കാൻ പറ്റൂ. ഇവർ ദേ ആർ പാരസൈറ്റ്സ്, ദേ ആർ കൺട്രോളിങ് പീപ്പിൾ. സോ കൺട്രോളിങ് പീപ്പിൾ നീഡ് പപ്പറ്റ്സ്, റൈറ്റ്? സോ പപ്പറ്റ്സ് ഇല്ലാതെ അവർക്കൊരു ജീവിതം ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് വേണ്ടിയിട്ട് അവരിങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കും. ആരെങ്കിലും ആ കയ്യിൽ കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ആ ശ്രമം എപ്പോഴും നടത്തിക്കൊണ്ടിരിക്കും. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ സ്മിയർ ക്യാമ്പയിനെ എങ്ങനെ അതിജീവിക്കാമെന്ന് ചോദിച്ചാൽ, നിങ്ങൾക്ക് ഈ റൂമേഴ്സ് ഇവർ പടത്തുമല്ലോ, ഈ ഓരോ അഭ്യൂഹങ്ങൾ നിങ്ങളെ പറ്റിയിട്ടുള്ളത് ബാക്കിയുള്ളവരോട് പറഞ്ഞ് പടർത്തുന്ന കാര്യങ്ങൾ തെറ്റാണെന്ന് നിങ്ങൾ കെയർ ചെയ്യുന്ന ആൾക്കാരോട് പറഞ്ഞ് മനസ്സിലാക്കുക. നിങ്ങൾ ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ള ആൾക്കാരുണ്ടാവുമല്ലോ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും, അവരോട് പറയുക. നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരായിട്ടുള്ള ആൾക്കാർ ഈ കൂട്ടത്തിലുള്ളവരോട് പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. അവരോട് പറയുക, ഇതാണ് യാഥാർത്ഥ്യം, ഇയാൾ ഈ പറഞ്ഞു വരുത്തുന്ന ഒന്നുമല്ല സത്യം, ഇതാണ് സത്യം. വേണമെങ്കിൽ നിങ്ങൾക്ക് തെളിവുകൾ അവർക്ക് കാണിക്കാവുന്നതാണ്. എന്നിട്ട് പറയുക, ഞാൻ അതുകൊണ്ടാണ് ഇപ്പോൾ നോ കോൺടാക്റ്റിൽ വന്നിരിക്കുന്നത്. ഓൺലി നിങ്ങൾക്ക് വേണ്ടപ്പെട്ട, നിങ്ങളെ സഹായിക്കുന്ന, നിങ്ങൾക്ക് അത്രയും ട്രസ്റ്റ് വർത്തിയായിട്ടുള്ള ആൾക്കാരോട് മാത്രം നിങ്ങൾ പറയുക. ഈ ഫാൾസ് അപ്പോളജി അല്ലെങ്കിൽ ഫേക്ക് അപ്പോളജി എന്ന് പറയുന്ന ഒരു ടാക്ടിക്ക് ഈ ഒരു സമയത്ത് ഒന്നും നടക്കാതെ വരുമ്പോൾ ഇറക്കുന്നൊരു സാധനമാണ്. നേരിട്ട് വന്ന് നിങ്ങളോടങ്ങ് മാപ്പ് പറയും. എല്ലാത്തിനും സോറി എന്നൊക്കെ പറഞ്ഞിട്ട്, ഞാൻ ചെയ്ത എല്ലാ കാര്യങ്ങൾക്കും, ഇതുവരെ നിങ്ങളെ എടുത്തിട്ട് അടിച്ച എല്ലാ ഇടിക്കും, ഇതുവരെ എടുത്തിട്ട് നിങ്ങളെ പറഞ്ഞ എല്ലാ വാക്കുകളും, നിങ്ങളെ വിളിച്ച എല്ലാ തെറിക്കും ഞാൻ മാപ്പ് ചോദിക്കുന്നു, നമുക്കെല്ലാം ഒന്നേന്ന് വർക്കൗട്ട് ചെയ്തെടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ തോന്നുന്നു സോറി ചോദിക്കും. ഇത് അവരുടെ ഏറ്റവും വലിയ ഒരു മാനിപ്പുലേറ്റീവ് ടെക്നിക്കാണ്. ഒരു ലൈക്ക് നിങ്ങളെ വീണ്ടും തിരിച്ച് ആ ലൂപ്പിലേക്ക് പെടുത്താനുള്ള അവരുടെ ടെക്നിക്കാണ്. ഈ സമയത്ത് എന്താണ് സൊല്യൂഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ട്രസ്റ്റ് യുവർ ഇൻസ്റ്റിങ്ക്റ്റ് എന്നുള്ളതാണ്. നിങ്ങളുടെ ഗട്ട് ഫീലിങ്ങിനെ ട്രസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇയാൾ വന്ന് ഇങ്ങനെ പറയുമ്പോൾ ഇയാളുടെ മുഖത്തു നിന്ന് തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇതൊന്നും ശരിയാകാൻ പോകുന്നില്ലെന്ന്. എങ്ങനെയായിരുന്നോ ഈ റിലേഷൻഷിപ്പ് മുമ്പ്, അതിൽ നിന്നും യാതൊരു മാറ്റവും ഉണ്ടാകാൻ പോകുന്നില്ല ഇനിയും എന്ന് നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. ആ ഒരു ഗട്ട് ഫീലിങ്ങിനെ ട്രസ്റ്റ് ചെയ്യുക. ബിലീവ് ഇൻ ദാറ്റ്, ഹോൾഡ് ഓൺ ടു ഇറ്റ്. നിങ്ങൾ നോ കോൺടാക്റ്റ് എന്നൊരു പ്ലാനിലാണുള്ളത്. സോ അത് ഓർമ്മിച്ചുകൊണ്ട് അതിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യുക. അതിൽ എങ്ങനെ ബെറ്ററായിട്ട് നമുക്കൊരു സപ്പോർട്ട് സിസ്റ്റം ഉണ്ടാക്കാം, നിങ്ങൾ നോ കോൺടാക്റ്റിൽ ഇരിക്കുന്ന സമയത്ത് എങ്ങനെ കുറച്ച് ട്രസ്റ്റ് വർത്തിയായിട്ട് ആൾക്കാരെ കൂടെ നിർത്താം, സപ്പോർട്ട് ഗ്രൂപ്പുകളിൽ എങ്ങനെ ജോയിൻ ചെയ്യാം, ഒരു തെറാപ്പിസ്റ്റിൻ്റെ സഹായം എങ്ങനെ എടുക്കാം, അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് കൂടുതൽ ശ്രദ്ധിക്കുക. അപ്പോൾ ഈ തെറാപ്പിസ്റ്റ്, നിങ്ങൾ ഈ സപ്പോർട്ട് ഗ്രൂപ്പ്, നിങ്ങളുടെ ഫ്രണ്ട്സ്, ഇതെല്ലാം നിങ്ങളുടെ കൂടെ നിങ്ങളെ സഹായിക്കാൻ നിൽക്കുന്ന ഒരാൾക്കാരാണ്. അപ്പം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഈ ഒരു വേറൊരാളുടെ ഒരു ടോക്സിക് ആയിട്ടുള്ള ആളുടെ സഹായമില്ലാതെ ഈ ഒരു ഇൻഡിപെൻഡൻറ്റ് ഗ്രൂപ്പ് അല്ലെങ്കിൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഇതുപോലെ ഒരു സപ്പോർട്ടീവ് സിസ്റ്റത്തിൻ്റെ കൂടെ നിങ്ങൾക്ക് മുമ്പ് ജീവിച്ചതിനേക്കാളും വളരെ മികച്ചതായിട്ട് നിങ്ങൾ വേണ്ടെന്ന് ജീവിച്ച രീതിയിൽ നിങ്ങളെപ്പോഴും ആഗ്രഹിച്ചൊരു രീതിയുണ്ട്. ഞാനിങ്ങനെ ആയിരിക്കണം, എനിക്ക് എൻ്റെ കഴിവുകളൊക്കെ പരിപോഷിപ്പിച്ച് ഇങ്ങനെ കൊണ്ടുവരണം എന്ന് ഡ്രീം ചെയ്ത നിങ്ങളുടെ ലൈഫ്, ആ ലൈഫിലേക്ക് വരാനായിട്ട് ശ്രമിക്കുക, ആ ലൈഫിലേക്ക് എത്തിപ്പെടുക. ഒരു കാര്യം മാത്രം ഓർമ്മിക്കുക, ഈ ഒരു ജസ്റ്റ് നമ്മൾ കുറച്ച് ടാക്ടിക്സ് എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞതാണ്. കോമൺലി ഈ നോളജ് ഈസ് പവർ, നോളജ് ഈസ് എവറിത്തിങ്. അപ്പോൾ ഇവരുടെ മാനിപ്പുലേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഈ നോളജ് വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, നിങ്ങൾക്ക് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് റെക്കഗ്നൈസ് ചെയ്തുകൊണ്ട് ഇവരുടെ മാനിപ്പുലേറ്റീവ് ആയിട്ടുള്ള ടാക്ടിക്കുകളെല്ലാം നേരിട്ട് നിങ്ങൾ സ്വതന്ത്രമായിട്ടുള്ളൊരു ജീവിതത്തിലേക്ക് അത് കരിപ്പിടിപ്പിച്ചുകൊണ്ട് വരിക. നിങ്ങൾ അതിൽ നിന്ന് ഉയർന്നു വരുമ്പോൾ നാർസിസിസ്റ്റ് എന്ന് പറയുന്ന ആളിനെ നമുക്ക് ഇഗ്നോർ ചെയ്യാനുള്ള എബിലിറ്റി നമുക്കുണ്ടാകും. പിന്നെ അതൊക്കെ അവിടെ കിടന്ന് അങ്ങനെ കാണിക്കും എന്നല്ലാതെ നമുക്ക് ഒരു തരത്തിലും ഒരു ബുദ്ധിമുട്ടുണ്ടാകത്തില്ല. നിങ്ങൾക്കൊരു ലീഗൽ സിസ്റ്റത്തിൻ്റെ ആണെങ്കിലും, നിങ്ങൾക്കൊരു തെറാപ്പിസ്റ്റിൻ്റെ ആണെങ്കിലും, സൈക്കോളജിക്കൽ സപ്പോർട്ടാണെങ്കിലും എല്ലാ രീതിയിലുള്ള സപ്പോർട്ടും നിങ്ങൾക്ക് അവൈലബിൾ ആണ്, അഫോർഡബിൾ ആയിട്ടുള്ള സപ്പോർട്ട്. അപ്പോൾ ഒരു സപ്പോർട്ട് ഗ്രൂപ്പ് ഉണ്ടാക്കുക, നിങ്ങളുടെ നർച്ചറിങ്ങിന് വേണ്ടിയിട്ട്, നിങ്ങളുടെ പേഴ്സണൽ ഹീലിങ്ങിന് വേണ്ടിയിട്ട്, നിങ്ങളുടെ ആ ഒരു ഇന്നർ ചൈൽഡിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതിനെ പരിപോഷിപ്പിക്കാൻ വേണ്ടിയിട്ട്, അതിൻ്റെ ഫുൾ പൊട്ടൻഷ്യലിലേക്ക് വരാൻ വേണ്ടിയിട്ടായിരിക്കണം പിന്നെ നിങ്ങളുടെ ജീവിതം. അതിന് നിങ്ങൾ പ്രത്യേകിച്ച് എഫോർട്ടൊന്നും എടുക്കേണ്ടതില്ല, നിങ്ങളായിട്ടിരുന്നാൽ മാത്രം മതിയാകും. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ലിങ്കുകൾ, ഇതുപോലെ വായിക്കാൻ പറ്റുന്ന ആർട്ടിക്കിളുകളുടെ ലിങ്കുകൾ, റിസോഴ്സുകളുടെ ലിങ്കുകളെല്ലാം ഞാൻ വീഡിയോയുടെ താഴെ
കൊടുക്കുന്നതായിരിക്കും. അതിനൊപ്പം തന്നെ ഹെൽപ്പ് ലൈൻ നമ്പറുകൾ, ഈ ഡൊമസ്റ്റിക് വയലൻസിനെതിരെയുള്ള, നാർസിസിസ്റ്റിക് അബ്യൂസിനെതിരെയുള്ള വുമൺ ഹെൽപ്പ് ലൈൻ നമ്പറുകൾ, അങ്ങനെയുള്ള നമ്പേഴ്സും ഞാൻ അതിൻ്റെ താഴെ കൊടുക്കുന്നതായിരിക്കും. സോ ഈ നാർസിസിസ്റ്റിക് അബ്യൂസ് എന്ന് പറയുന്നത് ഒരു ഡൊമസ്റ്റിക് അബ്യൂസ് പോലെ തന്നെ അത്രയും സീരിയസ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. സോ അത് നിങ്ങൾക്ക് ഈ നമ്പറുകളിലെല്ലാം ബന്ധപ്പെടാവുന്നതാണ്. ഗവൺമെൻറ്റിൻ്റെ ദിശയിലെ നമ്പറുണ്ട്. പിന്നെ ദിശയുടെ ഒപ്പം തന്നെ മനസ്ത എന്ന് പറഞ്ഞിട്ട് ഗവൺമെൻറ്റിൻ്റെ തന്നെ ഒരു സൈക്കോളജിക്കൽ കൗൺസിലിംഗ് എന്താ പറയുക, ഒരു ഹെൽപ്പ് ലൈൻ നമ്പറുണ്ട്. അപ്പോൾ ആ നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. അതിൻ്റെ എല്ലാം ഡീറ്റെയിൽസ് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കുന്നതായിരിക്കും. ഡിസ്ക്രിപ്ഷനിൽ വായിച്ച് നോക്കുക. നിങ്ങൾ അല്ലെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ആവശ്യപ്പെടുക, ഞാൻ നിങ്ങൾക്ക് തരുന്നതായിരിക്കും, അതിൻ്റെ വിവരങ്ങൾ തരുന്നതായിരിക്കും. പിന്നെ വളരെ ഇൻസ്പിറേഷണൽ ആയിട്ടുള്ള സ്റ്റോറീസും ഞാൻ ഈ വീഡിയോസ് ചെയ്യുന്നതിനിടയ്ക്ക് കേൾക്കാൻ പറ്റിയിട്ടുണ്ട്. നോ കോൺടാക്റ്റിൽ ചെന്നിട്ട് സ്വന്തമായിട്ട് തിരിച്ച് വന്ന, അത് 2 മക്കളുണ്ടായിട്ട് അവരെയും കൊണ്ട് നോ കോൺടാക്റ്റിലേക്ക് പോയി. അവരെത്രയോ വർഷം, എനിക്കൊന്ന് 13 വർഷം ഈ ഒരു നാർസിസിസ്റ്റിക് അബ്യൂസ് അനുഭവിച്ചവരാണ്. അവർ അതിനുശേഷം തിരിച്ചു വന്ന് നോ കോൺടാക്റ്റിലേക്ക് വന്ന് സ്വന്തമായിട്ട് ജീവിതം കരുപ്പിടിപ്പിച്ച ഒരു സ്ത്രീയുടെ ഒരു 1-2 പേരുടെ മെസ്സേജ് ഞാൻ കണ്ടായിരുന്നു. എനിക്ക് വളരെ സന്തോഷം തോന്നി. അപ്പം അങ്ങനെയുള്ളവരുണ്ട്, അവർ തുറന്ന് പറയുന്നത്, അത് വന്നിട്ട് അത് ഓപ്പണായിട്ട് പറയുന്നത് കാണുമ്പോൾ നമുക്കൊരു വളരെ ഇൻസ്പിറേഷൻ ആയിട്ടുള്ള ഫീലിംഗ് ആണ്. അപ്പോൾ തിക്താനുഭവങ്ങൾ ജീവിതത്തിലുണ്ടായിട്ട് അതിൽ നിന്നൊക്കെ മുന്നോട്ട് വന്ന് സ്വന്തം ജീവിതം കരുപ്പിടിപ്പിക്കുക, ഇൻഡിപെൻഡൻ്റ് ആവുക എന്നൊക്കെ പറയുന്നത് വളരെ വളരെ കഠിനമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ദാറ്റ് ഈസ് വെരി വെരി ഇൻസ്പിറേഷണൽ. സോ അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി എനിക്ക് കമൻറ്റ് സെക്ഷനിലൂടെ വായിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള നിങ്ങളുടെ എക്സ്പീരിയൻസുകളും കമൻറ്റ് സെക്ഷനിൽ ഷെയർ ചെയ്യുക. ഇതൊരു ചർച്ചാവേദിയാണ്. ഈ വീഡിയോ ഇവിടെ തീരുന്നു എന്നേ ഉള്ളൂ. ചർച്ച വീണ്ടും കണ്ടിന്യൂ ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് കാണാൻ ആഗ്രഹമുള്ള കാര്യങ്ങൾ, അറിയാൻ ആഗ്രഹമുള്ള കാര്യങ്ങൾ, നിങ്ങൾക്ക് പറയാൻ ആഗ്രഹമുള്ള കാര്യങ്ങളും ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. നമുക്ക് ഉടനെ തന്നെ മറ്റൊരു വീഡിയോ ആയിട്ട് ഈ അടുത്ത ദിവസങ്ങളിൽ തന്നെ വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.